മലപ്പുറത്തെയും മലബാറിനെയും, മലബാറിനെ പ്രത്യേകിച്ച് മലപ്പുറത്തെ UDF തരംഗത്തിൽ മുക്കിക്കളഞ്ഞ, ഒരു പ്രതിപക്ഷം പോലുമില്ലാതെ ഒരു ജില്ലാ പഞ്ചായത്ത് കൈപ്പിടിയിൽ ഒതുക്കിയ രാഷ്ട്രീയ പ്രവർത്തനത്തെക്കുറിച്ച്, ആ റിസൾട്ടിനെക്കുറിച്ച് പറയുമ്പോൾ അവകാശവാദങ്ങളില്ലാതെ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ കൃത്യമായി കുറിക്കുകൊള്ളുന്ന മറുപടി മാത്രം പറഞ്ഞ് ഈ ദൃശ്യങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ചിത്രങ്ങളിൽ, വാർത്തകളിൽ ഒക്കെ നമ്മുടെ അക്വേറിയത്തിൽ കിടക്കുന്ന പരൽമീൻ എങ്ങനെയാണോ ഇങ്ങനെ സഞ്ചരിച്ച് പോകുന്നതിൻ്റെ ഒരു മനോഹാരിത പോലെ സഞ്ചരിച്ച് നീങ്ങുന്ന ഒരു മനുഷ്യനെക്കുറിച്ച് പറയേണ്ടതുണ്ട്. അതിപ്പോഴാണ് പറയേണ്ടത്. ഇപ്പോഴല്ലെങ്കിൽ ഇനി എപ്പോഴാണത് പറയുക? അരനൂറ്റാണ്ട് പിന്നിട്ടിട്ടുണ്ട് കുഞ്ഞാപ്പയുടെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ പാരമ്പര്യത്തിൻ്റെ ചരിത്രം. ഇടപെട്ടിട്ടുണ്ട്. വാദങ്ങളും വിവാദങ്ങളും അതുപോലെ തന്നെ മറ്റു പല സന്ദർഭങ്ങളുമൊക്കെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോഴും നിലപാടുകളിൽ ഈ പറഞ്ഞതുപോലെ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പര്യായമായി, പൊതുപ്രവർത്തനത്തിൻ്റെ ഒരു പര്യായമായി PK കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരു മനുഷ്യൻ അങ്ങനെ തുടർന്നു പോകുമ്പോൾ അതിന് അടിവരയിടുന്ന ചില വാക്കുകൾ പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നോട് പറഞ്ഞിരുന്നു. അതിൽ നിന്ന് വേണം ഇത് തുടങ്ങാൻ. അതുകൊണ്ട് ആദ്യം അതിൽ നിന്ന് തുടങ്ങാം. PK കുഞ്ഞാലിക്കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഞങ്ങളുടെ കുടുംബത്തിൻ്റെ തന്നെ ഒരു ഭാഗമായിട്ടാണ് അദ്ദേഹം കടന്നു വന്നിട്ടുള്ളത്. ഒന്നാമത് അദ്ദേഹം ജീവിക്കുന്നത് ഞങ്ങളുടെ തൊട്ട അടുത്ത് തന്നെയാണ്. പരമ്പരാഗതമായി അദ്ദേഹത്തിൻ്റെ പിതാക്കന്മാരും അവരുടെ കുടുംബ പരമ്പരയൊക്കെ എൻ്റെ പാപ്പ, അതുപോലെ തന്നെ ഞങ്ങളുടെ തറവാട് കുടുംബവുമായിട്ടൊക്കെ വളരെ ബന്ധം പുലർത്തുന്നവരാണ്. കുഞ്ഞാലിക്കുട്ടിയുടെ ഏറ്റവും വലിയൊരു സവിശേഷതയായി കാണുന്നത് ഏത് കാര്യത്തിലും പാണക്കാട് കുടുംബത്തിൻ്റെ ആ ഒരു ആധിപത്യം അദ്ദേഹം അംഗീകരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ രാഷ്ട്രീയമായിട്ടുള്ള കാര്യങ്ങളാകട്ടെ, ഇനി മതപരമായിട്ടുള്ള കാര്യങ്ങൾ, വിഷയങ്ങൾ വരുമ്പോഴാകട്ടെ, പാണക്കാട് കുടുംബത്തിന് അതൊരു പേരുദോഷം ഉണ്ടാക്കാൻ പാടില്ല എന്നുള്ള രീതിയിലുള്ള ഒരു സമീപനമാണ് അദ്ദേഹം എന്നും എടുക്കാറുള്ളത്. ഞങ്ങൾക്കൊക്കെ വേണ്ടി അദ്ദേഹം ഒരുപാട് പഴി കേൾക്കാറുമുണ്ട് എന്നൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ മാത്രമല്ല, അദ്ദേഹം എല്ലാവരുമായും വളരെ സമന്വയത്തോടെ കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത്. എല്ലാവർക്കും അദ്ദേഹത്തെ ഇഷ്ടമാണ്. ഏത് പ്രശ്നം ഉണ്ടാകുമ്പോഴും അതിൽ ഒന്നായിട്ട് കൂടുതലായിട്ട് ഇടപെട്ടുകൊണ്ട് വഷളാക്കുന്നൊരു ചരിത്രം അദ്ദേഹത്തിനില്ല. ഏത് പ്രശ്നം, അപ്പോൾ ചിലപ്പോൾ ആരാണോ പറയുന്നത്, ആരെക്കുറിച്ചാണോ പറയുന്നത്, ഈ രണ്ട് വിഭാഗവുമായിട്ടും അദ്ദേഹം സൗഹൃദം പുലർത്തുന്നുണ്ട് എന്നുള്ളതാണ്. രണ്ടു കൂട്ടരുടെയും അഭിപ്രായങ്ങളെ അദ്ദേഹം കേൾക്കാറുണ്ട്. അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്നുള്ളത് ഭാവിയെയാണ് അദ്ദേഹം എപ്പോഴും നോക്കാറുള്ളത്. അപ്പോൾ ഇന്നത്തെ പ്രശ്നം അത് ഇന്ന് പരിഹരിച്ചാൽ പോരാ, അതിൻ്റെ പരിഹാരം ഇന്ന് മാത്രം പോരാ, ഭാവിയിലും അതിൻ്റെ പരിഹാരം ഇവിടെ തുടർന്നു കൊണ്ടുപോകണം എന്നുള്ള നിലക്കാണ് അദ്ദേഹം കാര്യങ്ങളെ കാണാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ചിലപ്പോൾ പെട്ടെന്ന് അദ്ദേഹം ഒരു തീരുമാനമൊന്നും പറയാറില്ല. അതേ കുറേ ആലോചിച്ചിട്ടാണ് പറയാറുള്ളത്. ഞങ്ങളോടൊക്കെ കൂടെ ആലോചിക്കും. അതുപോലെ തന്നെ മറ്റ് പാർട്ടി പ്രവർത്തകന്മാരൊക്കെ അദ്ദേഹം എപ്പോഴും സമ്പർക്കം പുലർത്താറുണ്ട്. ഇപ്പോൾ ഇപ്പോഴത്തെ കാലത്ത് അറിയാലോ, നേതാക്കന്മാരുടെ ഒരു അഭാവമുള്ളൊരു കാലഘട്ടമാണ്. നിങ്ങൾ നേരത്തെ സൂചിപ്പിച്ചു, അദ്ദേഹത്തിൻ്റെ ആ കാലത്തുള്ള ആ ഗ്രൗണ്ടൊന്നും ഇപ്പോൾ ഇല്ല. അപ്പോൾ പക്ഷേ ഞങ്ങൾക്കൊരു സന്തോഷം എന്നുള്ളത് കുഞ്ഞാലിക്കുട്ടിയെ എല്ലാവരും അംഗീകരിക്കുന്നു എന്നുള്ളത്. പ്രതിപക്ഷം ഇപ്പോൾ ഞങ്ങൾ പ്രതിപക്ഷമാണ്. അതായത് സമയത്ത് ഭരണപക്ഷം, ഇപ്പോൾ മുഖ്യമന്ത്രി ആയാലും മറ്റു മന്ത്രിമാരായാലും വിവിധ സമുദായ ഗ്രൂപ്പുകൾ, മത നേതാക്കൾ, വിവിധ മത ആചാര്യന്മാരും സഭാ മേലധ്യക്ഷന്മാരും പിതാക്കന്മാരും ഒക്കെ തന്നെ കുഞ്ഞാലി സാഹിബിനെ അംഗീകരിക്കുന്നുണ്ട്. അപ്പോൾ അദ്ദേഹത്തിനൊരു നല്ല പ്രതീക്ഷ സമൂഹം തന്നെ വെച്ച് പുലർത്തുന്നുണ്ട്. അപ്പോൾ ആ നിലക്ക് മുസ്ലിം ലീഗിന് നല്ലൊരു മുതൽക്കൂട്ടായിട്ടാണ് നമുക്ക് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ കാണാറുള്ളത്. അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാൻ മുസ്ലിം ലീഗിൻ്റെ എല്ലാ നേതാക്കന്മാരും തയ്യാറാകുന്നു. അവരൊക്കെ തന്നെ കുഞ്ഞാലിക്കുട്ടി സാഹിബിൻ്റെ വാക്കുകളെ അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് പോകുന്നത്. അപ്പോൾ അത് നല്ലൊരു മുതൽക്കൂട്ടായിട്ട് നമുക്ക് കാണാൻ പറ്റും. സമാനതകളില്ലാത്ത ടാർഗറ്റിംഗ് ആണ് മലപ്പുറം ജില്ലയെക്കുറിച്ച് എല്ലാ സ്ഥലത്തു നിന്നും നടക്കാറുള്ളത്. കേരളത്തിനകത്ത് നിന്ന്, പുറത്തുനിന്ന്, അങ്ങ് പാർലമെൻറ്റിൽ, BJP രാഷ്ട്രീയ വക്താക്കളുടെ ചുണ്ടിൽ നിന്ന്, പിന്നെ എല്ലാത്തിലുമുപരി ഹിന്ദു ദിനപത്രത്തിലെ ആർട്ടിക്കിളിൽ മുഖ്യമന്ത്രിയുടേതായി വന്ന ലേഖനം പിന്നീട് അദ്ദേഹം നിഷേധിച്ചുവെങ്കിലും, പിന്നെ സാക്ഷാൽ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നവോത്ഥാന ഭൂപരിഷ്കരണമോ അല്ലല്ലോ, വേറെന്തോ ഒരു വലിയ സമിതിയുടെ മഹാനായ ചെയർമാൻ അടക്കമുള്ളവർ നടന്ന് ആക്ഷേപിക്കുമ്പോഴെല്ലാം മാധ്യമപ്രവർത്തകർ മൈക്കും കോലുമായി ഓടിച്ചെല്ലുന്നതെല്ലാം കുഞ്ഞാലിക്കുട്ടി സാറിൻ്റെ അടുത്തേക്കാണ്. കാരണം പാണക്കാട് തങ്ങൾ അത്ര എക്സ്പോസ്ഡ് ആവില്ലല്ലോ. അവിടെയൊക്കെ ചെല്ലുന്നത് വലിയ പ്രതീക്ഷയോടെയാണ്. അടിക്കാൻ, ആവർത്തിച്ചടിക്കാൻ.
മറ്റ് പലതുമൊക്കെ പിടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ ഒന്നുകൂടി വിഷം പുരട്ടി അത് മൂർച്ഛിപ്പിക്കാൻ കിട്ടാറില്ല അവിടുന്ന്. അവിടെ നിന്ന് കിട്ടുന്ന മറുപടികൾ വളരെ കൃത്യമാണ്. ഇത്തവണത്തെ ഇലക്ഷനിലും പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ്റെ രാഷ്ട്രീയ ഇടപെടലിനെ 4 പ്രധാന സംഗതികളായി നിർവചിക്കേണ്ടതുണ്ട്. അതിൽ ഞാൻ പലപ്പോഴും അദ്ദേഹത്തെ ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്ന നിലയിൽ പഠിക്കുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്, ഇറ്റ് ഈസ് നോട്ട് ദ ഹാർഡ് വർക്ക് ബട്ട് സ്മാർട്ട് വർക്ക് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇപ്പോഴത്തെ കാലം ഹാർഡ് വർക്കിൻ്റേതല്ല, അങ്ങ് കിടന്ന് പണിയെടുത്ത് ഓടി. ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിൽ തന്നെ നമ്മൾ നോക്കിയാൽ അറിയാം, അങ്ങ് വീടുകൾ കയറി മരിച്ചവരുണ്ട്. പത്രസമ്മേളനങ്ങൾ നടത്തി തൊണ്ട പൊട്ടിച്ചവരുണ്ട്. പിന്നെ വിവാദങ്ങൾക്ക് പുറകിൽ വിവാദങ്ങൾ കത്തിച്ച് രക്ഷപ്പെടാൻ നോക്കിയവരുണ്ട്. ഞാൻ എന്ന് പറഞ്ഞ് മടുത്തവരുണ്ട്. എതിരാളികളുടെ മേൽ ആക്ഷേപവർഷം ചൊരിഞ്ഞ് അവസാനം രാത്രിയാവുമ്പോൾ ചുക്ക് കാപ്പിയും തൊണ്ടയ്ക്ക് ഉപ്പുവെള്ളവും കൊണ്ടവരുണ്ട്. ആ ഗണത്തിലൊന്നും വരില്ല പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരൻ. ഹാർഡ് വർക്കല്ല, സ്മാർട്ട് വർക്കാണ് പൊളിറ്റിക്സ് എന്ന് പ്രയോഗതലത്തിൽ കാണിച്ചു കൊടുക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവാണ് പി കെ കുഞ്ഞാലിക്കുട്ടി. അതിര് കവിഞ്ഞ അവകാശവാദങ്ങളില്ലാത്ത, തൊണ്ട പൊട്ടുന്ന ആക്രോശങ്ങളില്ലാത്ത, ഇലക്ഷൻ വർക്കോ അല്ലെങ്കിൽ ബാക്കി എന്തെങ്കിലും കാര്യമോ ആണെന്ന് ബന്ധപ്പെട്ട് തൻ്റെ ജീവിതചര്യയ്ക്കോ ദിനചര്യയ്ക്കോ മാറ്റങ്ങൾ വരുത്താതെ, എന്നാൽ കൃത്യമായി ഇടപെടേണ്ട കാര്യങ്ങളിൽ ഇടപെടുകയും ഇടപെടേണ്ടതിനെ ഇടപെടേണ്ടതുപോലെ കൈകാര്യം ചെയ്യുകയും അതിനെന്താണ് ചെയ്യേണ്ടതെന്ന് ഈ രാഷ്ട്രീയ ഭൂമികയിൽ നിന്ന് തന്നെ പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ട ഒരു നിറഞ്ഞ രാഷ്ട്രീയ പ്രവർത്തനമാണ് അദ്ദേഹത്തിൻ്റേത്. രണ്ടാമത്തെ ഒരു പ്രധാനപ്പെട്ട പോയിൻ്റ്, അദ്ദേഹത്തിൻ്റെ ഫോക്കസ് പൊളിറ്റിക്സാണ്, പൊളിറ്റിക്സ് അല്ല. അതായത് കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ഒരാൾ കഴിഞ്ഞ 10 വർഷമായി സംസാരിക്കുമ്പോൾ പുള്ളിയെ പല സന്ദർഭങ്ങളിലും പലതരത്തിലുമൊക്കെ പലരും പ്രകോപിപ്പിച്ചിട്ടുണ്ട്, ആക്ഷേപിച്ചിട്ടുണ്ട്, അപഹസിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ പലതും കുത്തി ചോദിച്ചിട്ടുണ്ട്. പക്ഷേ പുള്ളി മറുപടി പറയുന്നതെല്ലാം കൃത്യമായ പൊളിറ്റിക്സ് മാത്രമാണ്. വ്യക്തിഹത്യ അല്ലെങ്കിൽ അതുപോലെയുള്ള ആക്ഷേപങ്ങൾ അതിന് അദ്ദേഹം നിൽക്കാറില്ല. എന്ന് മാത്രമല്ല, കൂടെ നിൽക്കുന്ന പല നേതാക്കൾക്കും എവിടെയെങ്കിലും നാക്കുപിഴ സംഭവിച്ചോ അല്ലാതെയോ വർത്തമാനം പറഞ്ഞാൽ അത് തിരുത്തുന്നതിന് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരന് ഒരു മടിയുമില്ല. അതല്ല ഞങ്ങളുടെ ശൈലിയെന്ന് ഏറനാടൻ ശൈലിയിൽ കുഞ്ഞാപ്പ പറയുമ്പോൾ ആ വിവാദങ്ങൾ അവിടെ അവസാനിക്കുകയാണ് ചെയ്യുന്നത്. നോക്കൂ, ഇത്തവണത്തെ UDF നേതാക്കളുടെ ഒരു നിരയെടുത്ത് നോക്കിയാൽ കൃത്യമായി അടക്കത്തോടെ രാഷ്ട്രീയം സംസാരിച്ച, പറയേണ്ട പോയിൻ്റ് മാത്രം പറയേണ്ടതിൻ്റെ അത്രയും മാത്രം പാകത്തിൽ സംസാരിച്ചിട്ടുള്ള മറ്റൊരു രാഷ്ട്രീയ നേതാവ് ഉണ്ടാവില്ല എന്നതാണ് സത്യം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രണ്ടാമത്തെ ഒരു മേജർ പോയിൻ്റ്. എന്നാൽ അതേ മലപ്പുറത്ത് പരിഹാസങ്ങൾ കൊണ്ട് പോസ്റ്റ് ഇടുന്നവരുണ്ട്, ആക്ഷേപിച്ച് ആളെ കൂട്ടുന്നവരുണ്ട്, റീച്ച് കൂട്ടാൻ വേണ്ടി തലകുത്തി നിൽക്കുന്നവരുണ്ട്, വാഴ്ത്തുപാട്ട് പാടുന്നവരുണ്ട്. ഇതെല്ലാം ഉള്ളതിൽ തന്നെ വ്യത്യസ്തമാണ് പി കെ കുഞ്ഞാലിക്കുട്ടി എന്ന മനുഷ്യൻ. മൂന്നാമത്തെ കാര്യം, ഇഗ്നർ ആൻഡ് ഹിറ്റ് ദ ടാർഗറ്റ്. അതാണ് പുള്ളിയുടെ ഒരു ഫോക്കസ് എന്ന് എനിക്ക് തോന്നാറുണ്ട്. പണ്ട് ക്രിക്കറ്റ് കളിക്കുമ്പോൾ രാഹുൽ ദ്രാവിഡ് എന്ന കളിക്കാരനെ നമ്മൾ കണ്ടിട്ടുണ്ട്, 1 ഡൗണൊക്കെ ഇറങ്ങാറുണ്ട് അദ്ദേഹം ആഞ്ഞടിക്കുന്നത് ആ കറക്റ്റ് ലൂസ് ബാളിലേ ഉണ്ടാവാറുള്ളൂ. ചിലപ്പോൾ 30% പന്തുകളും അദ്ദേഹം ഒഴിഞ്ഞു കൊടുക്കാറാണ് പതിവ്. കൈകൾ ഉയർത്തി പന്തിനെ ലീവ് ചെയ്യുക എന്ന് പറയും, വിട്ടുകളയുക. ഈ കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയ പ്രവർത്തകനെ നോക്കിയാലും ഇതുപോലെ വിട്ടുകളയുന്ന ഒട്ടേറെ സംഭവങ്ങളുണ്ട്. ആ വിട്ടുകളയലിന് പിന്നിൽ കൃത്യമായ ഒരു രാഷ്ട്രീയമുണ്ടാവും. അത് പറഞ്ഞ് അതിൻ്റെ റിവേഴ്സ് ഇമ്പാക്റ്റോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലുള്ള ഒരു മോശമായ സാഹചര്യമോ കേരള സമൂഹത്തിന് ഉണ്ടായിക്കൂടാ എന്ന് നിർബന്ധ ബുദ്ധി ഉള്ളതുകൊണ്ട് അതങ്ങ് വിട്ടുകളയുന്നൊരു രാഷ്ട്രീയ ശൈലി. എന്നാൽ ടാർഗറ്റിൽ ഹിറ്റ് ചെയ്യുന്നതിന് അദ്ദേഹത്തിന് യാതൊരു മടിയുമില്ല. അതിൽ കൃത്യമായ പൊളിറ്റിക്സ് പറയും, അല്ലാത്ത കാര്യങ്ങളൊക്കെ വിട്ടുകളയും. അതിനൊരു ഉദാഹരണമാണ് ഈ വെള്ളാപ്പള്ളി നടേശൻ നടന്ന് പറഞ്ഞ ഓരോന്നും അതിന് മറുപടി പറയിക്കാനായി കുഞ്ഞാലിക്കുട്ടിയോട് ചെല്ലുമ്പോൾ അതൊരു മോശം വർത്തമാനമാണ്, അതൊക്കെ ഒരു മോശമായ ഭാഷയാണ്, അതിനൊന്നും നമ്മൾ മറുപടി പറയുന്നത് ശരിയല്ല, അത് ജനങ്ങൾ തള്ളിക്കളയുന്നതാണ് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം അതിന് മറുപടി പറയാറുള്ളത്. അതും ഈ പറഞ്ഞതുപോലെ ഈ പ്രവർത്തനത്തിൻ്റെ ഒരു ശൈലിയുടെ ഭാഗമാണ്. എന്ന് മാത്രമല്ല, ഈ മുസ്ലിം ലീഗ് രാഷ്ട്രീയത്തിനകത്ത് സമസ്തയുമായി ബന്ധപ്പെട്ട ഒരു കുറച്ചാളുകൾ പലതരത്തിലുള്ള പ്രസ്താവനകളും അഭ്യാസങ്ങളും വേലകളും ജമാഅത്ത് ഇസ്ലാമി വിരോധവും ഒക്കെയായി രംഗത്തിറങ്ങുമ്പോഴും അതിൻ്റെയൊക്കെ പെനട്രേഷൻ എവിടം വരെയെന്നും എത്ര പ്രാധാന്യം അതിന് കൊടുക്കണമെന്നും അദ്ദേഹത്തിന് നന്നായി അറിയാം.
അതിനപ്പുറത്തേക്ക് ഒരല്പം പോലും ആ വിഷയത്തിന് പ്രാധാന്യം കൊടുക്കാനോ, എന്നാൽ പ്രാധാന്യം കൊടുക്കേണ്ട ഒരു വിഷയമാണെങ്കിൽ അതിനെ അവഗണിക്കാനോ അദ്ദേഹം തയ്യാറാകില്ല, അല്ലെങ്കിൽ തയ്യാറാവാറില്ല എന്നുള്ളതുമാണ് ആ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം. 4ാമത്തെ ഈ ഇലക്ഷനിൽ അദ്ദേഹത്തെ ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അകലെയുള്ള ഒരു ജില്ലയിൽ നിന്നാണ് ഞാനിത് അറിയുന്നത്. അതായത് അദ്ദേഹം എപ്പോഴും ഹീസ് നോട്ട് പാർട്ട് ഓഫ് ദി പ്രോബ്ലം ഓൾവേസ്, ഹീസ് പാർട്ട് ഓഫ് ദ സൊല്യൂഷൻ. അതായത് അദ്ദേഹം എപ്പോഴും ഈ പ്രശ്നങ്ങളുടെ ഭാഗമാകാറില്ല, പരിഹാരങ്ങളുടെ ഭാഗമായിട്ടാണ് കുഞ്ഞാലിക്കുട്ടി എന്ന രാഷ്ട്രീയക്കാരൻ മാറുന്നത്. ഒരുപാട് ജില്ലകളിൽ ഒരുപാട് പ്രശ്നമുണ്ടായിരുന്നു. മുന്നണി ബന്ധങ്ങളിൽ, സീറ്റ് ചോദിക്കലുകളിൽ, അത്തരം കാര്യങ്ങളിലൊക്കെ ഒരുപാട് തർക്കങ്ങളുണ്ടായിരുന്നു. പരസ്പരം മത്സരിക്കാൻ ശ്രമിച്ചു. പിന്നെ അത് മാത്രമല്ല, ലീഗിനകത്തും കോൺഗ്രസിനകത്തുമൊക്കെ തലമുറ മാറ്റം വരുന്നു. വളരെ സീനിയർ നേതാക്കൾ ഒരു വശത്തും, മറുവശത്ത് പുതിയ കാലത്തിൻ്റെ നേതാക്കളും വരുന്നു, തിരിച്ചും വരുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴെല്ലാം അക്കോമഡേഷൻ പ്രോബ്ലം വളരെ കൂടുതലുണ്ടായിരുന്നു. പിന്നെ സ്വതവേ കേരളത്തിൽ നിൽക്കുന്ന, ഇങ്ങനെ പറഞ്ഞു പറത്തിയിരിക്കുന്ന ഒരു ഇസ്ലാമോഫോബിയുടെ ഭാഗമായി, അയ്യോ അവിടെ ലീഗിന് കൊടുക്കാനൊക്കത്തില്ല, കൊടുത്താൽ മറ്റേ സാധനം വർക്കൗട്ട് ചെയ്യും, ഇവിടെ കൊടുത്താൽ മറ്റേ സാധനം വർക്കൗട്ട് ചെയ്യും, എന്നാൽ അവർ കൂടുതലുള്ളിടത്ത് വേറൊരു സാധനവും വർക്കൗട്ട് ചെയ്യില്ല, ബാക്കി എല്ലാവരും കൂടുതലുള്ളിടത്ത് മറ്റു പലതും വർക്കൗട്ട് ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ആ വർക്കൗട്ടുകൾക്കൊക്കെ അപ്പുറത്ത് രണ്ടുപേരെയും മിതപ്പെടുത്താനും മയപ്പെടുത്താനും വേണ്ടത് യുക്തിപരമായി ചെയ്യുന്നതിനും ഇടപെടുന്നതിൽ ഏറ്റവും കൂടുതൽ ഇടപെടലുകൾ നടത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പിൽ പി കെ കുഞ്ഞാലിക്കുട്ടിയാണ്. കേരളത്തിലെ എല്ലാ ജില്ലകളിലും, എല്ലാ സ്ഥലങ്ങളിലും, നിയോജകമണ്ഡലം തലം വരെ പുള്ളി പലപ്പോഴും ഫോൺ കോളുകളിൽ ബന്ധപ്പെട്ട് അത് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പറയുമ്പോൾ അദ്ദേഹം ദേശീയ സെക്രട്ടറിയാണ്, സംസ്ഥാന സെക്രട്ടറി അല്ല. പിന്നെ ഒരുപാട് തിരക്കുകളും മറ്റുമൊക്കെ മലബാറിലുള്ളപ്പോൾ തന്നെയാണ് ഈ തിരുവനന്തപുരം മുതൽ ഇങ്ങോട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇടപെടുന്നത്. അങ്ങനെ ഇടപെടുമ്പോൾ രണ്ടുപേർക്കും അത് സ്വീകാര്യമാവുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, പുള്ളി ഒരിക്കലും ഒരു പ്രശ്നത്തിൻ്റെ ഭാഗമായി ഇതേ പ്രശ്നം ഉണ്ടാക്കുന്ന ഒരാൾ വിളിക്കുന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയെക്കുറിച്ച് ആരും പറയാറില്ല. പരിഹരിക്കാൻ ഒരാൾ വിളിക്കുന്നു എന്നേ കരുതാറുള്ളൂ. ഇതൊക്കെയും അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ശൈലിയുടെ ഭാഗമാണ്. അതിനൊക്കെ കിട്ടിയ ഒരു റിസൾട്ട് കൂടിയാണ് ഈ ഇലക്ഷൻ റിസൾട്ട്. ആളും ആരവവും ഒക്കെ മുഴക്കുമ്പോഴും ഒരു എണ്ണയിട്ടന്ത്രം പോലെ ലീഗിനെ ചലിപ്പിക്കാൻ, അതിനെ ഒരു 10 വർഷം പ്രതിപക്ഷത്തായിരിക്കുമ്പോഴും UDF മുന്നണിയുമായി സിൻക്രണൈസ് ചെയ്യാൻ ഒക്കെ കഴിയുന്നൊരു തലം അതിലുണ്ട്. ഇതിനേക്കാളൊക്കെ ഒരു വലിയ കാര്യമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. പലപ്പോഴും ലീഗ് വർഗീയ പാർട്ടിയാണ്, അല്ലെങ്കിൽ അല്ലാതെയാണ്, മുസ്ലിം എന്ന് പേരില്ലേ എന്നൊക്കെ ചോദിച്ചാലും കുഞ്ഞാലിക്കുട്ടി എന്ന് പറയുന്ന ആളിൻ്റെ പേര് പറയുമ്പോൾ പിന്നെ ആരും അദ്ദേഹം ഒരു വർഗീയവാദിയാണ് എന്ന് ഇന്ന് വരെ കേരള സമൂഹത്തിൽ പറഞ്ഞിട്ടില്ല. അതിന് മറിച്ചും ഒരുപാട് ആക്ഷേപം സഹിക്കേണ്ടി വരും. മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ അങ്ങനെ ചെയ്യുന്നു, മുസ്ലിങ്ങളുടെ കാര്യം വരുമ്പോൾ മൗനം പാലിക്കുന്നു, തിരിയുന്നു, മറിയുന്നു എന്നൊക്കെ പറയുന്നത് പോലെ ഇതൊക്കെ നമുക്ക് പറയാം. നമ്മൾ സാധാരണ പറയാറില്ലേ, നമ്മൾ മക്കളായിരുന്നപ്പോൾ നമ്മുടെ പിതാവിനെ നോക്കി നമ്മൾ പരിഹസിച്ചതും ആക്ഷേപിച്ചതും അല്ലെങ്കിൽ നിസ്സഹായത ഓർത്ത് ചിന്തിച്ചതുമൊക്കെ എന്തുകൊണ്ടായിരുന്നു എന്ന് നമ്മളിപ്പോൾ മാതാപിതാക്കളായപ്പോഴാണ് തിരിച്ചറിയുന്നത് എന്ന് പറയുന്നൊരു തിരിച്ചറിവില്ലേ. ഇത് രാഷ്ട്രീയത്തിലെ ഉത്തരവാദിത്തപ്പെട്ട കസേരകളിൽ കയറിയിരിക്കുമ്പോൾ ഓരോ മനുഷ്യർക്കും ഉള്ളതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. അതാണ് അതിൻ്റെ സത്യം.